അപ്പോൾ രാവിലെ തന്നെ മീൻകറി വെക്കാനുള്ളത് തത്രപ്പാടിലാണ് കേട്ടോ മമ്മി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീൻകറിയും അടിപൊളി കപ്പ വേവിച്ചതുമാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം കിട്ടിയ മീനാണേ, ആറ്റുമീനാണ്. അപ്പം മമ്മി തലേദിവസമേ കഴുകി ഒക്കെ ക്ലീനാക്കി വെച്ചിരുന്നതാണ്. അപ്പം രാവിലെ മുറിച്ച് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുഡിലൊന്നാണ് കേട്ടോ കപ്പ വേവിച്ചതും മീൻകറിയും. കപ്പ നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട്, അതിനും പറിക്കാൻ പോകണം. അപ്പം മീൻകറിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് സിമ്പിൾ മീൻകറിയാണ് വെക്കുന്നത്. അങ്ങനെ മീനൊക്കെ മുറിച്ച് മമ്മി ചട്ടിക്കകത്തോട്ടാക്കിയിട്ടുണ്ടേ. ഇനിയാണ് മസാലയൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ. മുളക് പൊടിയൊക്കെ നേരത്തെ മമ്മി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക കേട്ടോ. ശേഷം ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ കരിവേപ്പിലയൊക്കെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിനകത്തോട്ടിട്ടേ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടങ്ങ് കുഴച്ച് യോജിപ്പിക്കും. നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മീനിനകത്തോട്ട് മുളകും കരിവേപ്പില ഇഞ്ചി എല്ലാം കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കുവാണേ. മീൻകറിയൊക്കെ വെന്തതിന് ശേഷം നമ്മളിനി പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ പറിക്കാനായിട്ട് പോകാം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത പറമ്പിലാണേ. ജാനി പിന്നെ അമ്മച്ചി എവിടെ പോയാലും പുറകെ കാണും. അപ്പം ഇതിനും ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പറിച്ച് പൊക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ മമ്മി ഇങ്ങനെ പറിക്കുന്നത്. 3-4 അങ്ങനെ പറിച്ചതിന് ശേഷം പിന്നെ ബാക്കി ഇലയൊക്കെ വെട്ടി പിന്നെ ഈസിയാണ് കേട്ടോ പറിക്കാൻ. ജാനിയുടെ തലയിൽ കമ്പം കണ്ടുകൊണ്ടാണ്, അപ്പോഴത്തേനും തല ഇങ്ങനെ പിടിച്ചേക്കാണ് കേട്ടോ അവള്. അങ്ങനെ കപ്പയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മമ്മി പറിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ കപ്പയൊക്കെ പറിച്ചതിന് ശേഷം ജാനിക്ക് 2 കപ്പക്കമ്പം കൊടുത്ത് അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ. അല്ലെങ്കിൽ അവളാകെ കുളമാക്കും ഇവിടെ, ചള്ളയൊക്കെ കാലിലൊക്കെ ആകും. പിന്നെ മമ്മി താറാവിനെ അഴിച്ചു വിട്ടേ, താറാവിന് തീറ്റയൊക്കെ കൊടുത്തു. അതിനുശേഷം കപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ കയറി വന്നു. ഇന്ന് കപ്പ കൊത്തി മുറ്റത്ത് നിന്ന് തന്നെയാണ് അരിയുന്നത് കേട്ടോ, കാരണം സമയം കുറച്ച് പോയി. വന്നപ്പോഴത്തേനും 9:30 ആയി. പിന്നെ പെട്ടെന്ന് വെക്കുവാണേ. മീൻകറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്തു. അത് പിന്നെ വാങ്ങി വെക്കുക. രാവിലെ ജാനി കുറച്ച് പാലൊക്കെ കുടിച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നൊന്നും കഴിച്ചിട്ടില്ലേ. എന്നാൽ പിന്നെ അവൾക്ക് ഞാനൊരു മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് മുട്ട പൊരിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അവൾ ഫുള്ള് മുട്ടയൊന്നും കഴിച്ചില്ല, പാതിയെ കഴിച്ചുള്ളൂ കേട്ടോ. അതിനുശേഷം മമ്മി കപ്പയൊക്കെ വേവിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോഴത്തേനും ജാനിക്ക് ഇളക്കണം എന്ന് പറഞ്ഞ് മമ്മിയുടെ കൂടെ പോയേക്കുവാണേ. അങ്ങനെ രാവിലെ തന്നെ കപ്പയും മീൻകറിയൊക്കെ റെഡിയായി. കുറച്ച് ലേറ്റായെങ്കിലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു കപ്പ വേവിച്ചതും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആർക്കൊക്കെയാണ് കപ്പയും മീൻകറിയൊക്കെ ഇഷ്ടം? കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ